ഭരണപക്ഷം പ്രതിപക്ഷ നേതാവിന്റെ നേരെ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങക്ക് ഏറ്റവും അധികം പേടിയുള്ള ഒരാള് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി സാധാരണ സഭയിൽ ഇല്ലാത്ത ഒരു വിധം ഒരു ആളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളെ മുൻമന്ത്രി പിന്നെ ആന്റണി രാജു പറയണത് അത് ഇങ്ങോട്ടല്ല, അത് ഗണേശനാണ്. ഗണേശ് അവിടെ ഇല്ലാത്തത് നിങ്ങളെ ഭാഗ്യം, വേറൊന്നും ഞാൻ പറയില്ല. അത് പിള്ളേന്റെ വാന, അത് അതിനനുസരിച്ച് മറുപടി അവിടുന്ന് വന്നോളൂ. പിന്നെ സാർ, ഇവിടെ മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു. ആര്? MV ഗോവിന്ദൻ മാസ്റ്റർ. കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങക്ക് വ്യക്തിപൂജ പാടില്ല, ആളുകളെ ഒന്നും പാടില്ല, ഫ്ലെക്സ് വെക്കാൻ പാടില്ല, ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളെ പാർട്ടി ഏത് പോളിറ്റ് ബ്യൂറോയിലാണ്, ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയമാറ്റം എന്ന് പറയുക? നിങ്ങൾ ഈ നയമാറ്റം എന്ന് പറയണല്ലോ. നമ്മൾക്ക് അന്തം വിടല്ലേ. എന്റെ മണ്ഡലത്തിന് സജി ചെറിയാൻ വന്നിട്ട് ചൊറിഞ്ഞു. എന്ത് ഉപരല്ലെങ്കിൽ തന്നെ ചൊറി. എന്താ ചൊറിഞ്ഞത്? അവിടെ വന്ന് കണ്ടു ബഷീറെ ഒരുപാട് വികസനം, ഉമ്മൻചാണ്ടിന്റെ കാലത്ത് നടത്തിയ വികസനം ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെ പൊന്തക്കാട്ടിൽ ബഷീർ ഉണ്ടാവും, ഇവിടെ വന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടാവും. ഞാൻ അപ്പം ആലോചിച്ച്, പഠിച്ചോനെ ഇയാൾ സൂര്യനാ, ഞാനവിടെ കരിഞ്ഞു പോകില്ല അതിന്റെ അടുത്ത് പോയിരുന്നാല്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങളെ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും നയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങളെ ഈ നവകേരള സദസ് എന്താ ഉണ്ടായത്? നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു. ആരോടങ്ങൾ സംവാദം നടത്തിയത്? ആരോടങ്ങൾ സംവാദം നടത്തിയത്? ഏറ്റവും വലിയ പണക്കാരൻ പൗരപ്രമുഖർ എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, ബൂർഷകൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും അൻവറാടിക്ക് പ്ലീസ്, കാരണം തിരക്കതൊന്നും ശരിയായില്ല, പ്ലീസ് ഡൗൺ. അതിന് എന്ത് പറ്റിച്ചാൽ ആ അധ്വാനിക്കുന്ന വർഗത്തിന് എല്ലാവരെയും ബൂർഷ എന്ന് പറയുന്ന നിങ്ങൾ ആ ബൂർഷകളൊക്കെ വിളിച്ചിട്ട് പാല് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കണ ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പറ സാധനങ്ങൾക്കുണ്ട്. അവിടെയൊക്കെ പോയി കാണുന്നതാണ് BC ബ്രാഞ്ച് സെക്രട്ടറി, LC അങ്ങനെ കാവലിക്ക ഇങ്ങനെ പറഞ്ഞേക്കുക കേട്ടോ. മറ്റൊരാളുടെ ഉള്ളിക്ക് പ്രവേശനമില്ല എന്നിട്ട് ഓരോട് എന്തെങ്കിലും കാര്യം ചോദിക്കുക. ഇവിടെ മറ്റൊരു ഒരു നവകേരളത്തില് ഈ രാജീവൊക്കെ അത്യാവശ്യം വിവരമല്ല, ഒരു കോമൺ സെൻസിലെ ഒരു ബുദ്ധിയിലെ സാധനമാണ് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ ഉണ്ടോ ഒരു പരാതി 20 ആള് പോയിട്ട് ഒരു 100 ആൾക്ക് ഒരു 5 പരാതിയൊക്കെ നിങ്ങൾ വാങ്ങണ്ടേ? നിങ്ങളെ കൈക്ക് നിങ്ങൾ എവിടെ പോയി വാങ്ങിയത്? സർ, ഒരു പരാതി പോയി ഒറ്റ തഹസിൽദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി. അവസാനം കേരള സദസ്സിൽ പോയി. കേരള സദസ്സിൽ പോയപ്പോൾ പോയി പരാതി കൊടുക്കുമ്പോൾ പിന്നെ അത് വാങ്ങണം ആ തഹസിൽദാറാ സർ. പിന്നെ സർ ആ തഹസിൽദാറാണ്. അത് സാർ, ഈ മൂത്രക്കല്ലിന് അസുഖം ഉണ്ടായപ്പോൾ നമ്മളെ നാട്ടില് പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട്, അവിടെ നിന്ന് പോയി നോക്കുകയാണ്. കോഴിക്കോട് ചോദിക്കുമ്പോൾ ഓനെ കാണിച്ച ആ ഡോക്ടറെ അപ്പോൾ മൂത്രക്കല്ലിന് നോക്കാൻ അവിടെ സ്പെഷ്യലിസ്റ്റ്. അതേമാതിരി സാർ, ഇവരെ കാലത്തിലെ പരാതികൾ സ്വീകരിക്കുന്നത് ആരാ? ഇങ്ങനെ ആലോചിക്ക്. ഇങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? എന്താ ഉള്ളത്? 20 മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയാപ്പിളായി 20 ആളും ഇവിടുന്ന് തേട്ടം പോണ മാതിരി കാസർഗോഡ് നിങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് 42 ദിവസം എന്നിട്ട് ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുണ്ട്. എല്ലാത്തിൻ്റെ വെയിറ്റ് 6 കിലോ നിങ്ങളുടെ കൂടി നല്ല നാട്ടുകാർക്കത് പ്രയോജനം ഉണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങക്ക് ഉണ്ടായോ? ഞാൻ ചോദിക്കട്ടെ, ശൈലജ ടീച്ചർ മണ്ഡലത്തിൽ പോയപ്പോൾ എന്തുണ്ടായത്? ആ ഭാസ്കര മാസൊക്കെ കിട്ടി, ശൈലജ ടീച്ചർക്ക് കിട്ടി. പിന്നെ ജനങ്ങളുടെ പ്രശ്നം, അധ്വാനിക്കുന്ന വാണിസാറിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന എന്റെ കേരള കോൺഗ്രസ്സുകാരാ. അവിടെ പോയിട്ടല്ലേ നിങ്ങൾ അവിടെ പാലായിൽ അവിടെ പാവപ്പെട്ടവന്റെ എന്നും റബ്ബർ കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ MP പ്രസംഗിച്ചപ്പോൾ അങ്ങേർക്ക് വിവരമില്ല, അങ്ങേർക്ക് ഇത് എന്താണെന്ന് അറിയില്ല എന്ന് തോമസ് ചാഴിക്കാടൻ 20 കൊല്ലം MLA ആയ ആളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു. അപ്പോഴും നിങ്ങൾ മിണ്ടിയില്ല. പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി, റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോക്കെ, എവിടേക്ക് നിങ്ങളെ പോക്ക്? ഇങ്ങനെ പറയണ കേട്ടാല് എന്താ നിങ്ങൾ നടത്തിയത്? ഇവിടെ പറഞ്ഞു വികസനത്തിന്റെ കാര്യം പറഞ്ഞു. ഇങ്ങക്ക് എന്തേത് ഉണ്ടായത്? എന്റെ ബഹുമാന സുഹൃത്ത് ഡോക്ടർ MK മുനീർ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് UDF-ന്റെ കാലത്ത് എക്സ്പ്രസ് ഹൈവേ 5400 കോടി രൂപയുടെ പ്രൊജക്ട് വന്നപ്പോൾ പശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ പറഞ്ഞാൽ അതിനെതിരെ സമരം ചെയ്ത കൂട്ടാണ്. എന്നൊക്കെ ഉണ്ടായത്? എവിടെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ തോന്നിയത്? ഇപ്പൊ നിങ്ങൾക്ക് കേരളയിൽ എന്നിട്ട് കണ്ണൂരിൽ നിന്ന് അപ്പം നിന്നാല് തിരുവനന്തപുരത്ത് നിന്ന് തിന്നാറ് ഗോവിന്ദൻ മാസ്റ്റർ ക്ലാസ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളത് ആലോചിച്ചൊക്കെ നിങ്ങളെ പാർട്ടി എടുക്കാൻ ഈ പോക്ക്?
ആകെ CPI-ക്കാരെ പറ്റി അഭിപ്രായമില്ല, കാരണം അതിൽ പോയി. കാരണം ഇവിടെ ചന്ദ്രശേഖരൻ ഗവർണർ വേണ്ട എന്ന് പറയുന്ന കൂട്ടരാണ്. ഞാൻ 9 മാസം മുമ്പ് ഈ സഭയിൽ ആ ഗവർണർ നോളയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേരിൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞ ആളാണ് ആ ഭാരത CPI-ക്കാരൻ. സഭാ രേഖ നോക്കണ്ട്, അത് ഇതിനെ പറ്റി പറഞ്ഞതാണ്. ഇപ്പൊ വർഷ മൂപ്പർക്ക് കൊടുത്ത് ഒരു പോസ്റ്റില്, അതാണ് പോട്ടെ. സർ ഇതില് സർ ആലോചിച്ചു സർ, ഇവര് എല്ലാ കാര്യത്തിലും. പിന്നെ നിങ്ങൾ പറഞ്ഞു സമരത്തിന്റെ കുത്തകാർക്കാ കേരളത്തിൽ ഇങ്ങക്ക, അതിന്റെ നീതി ആർക്കാ ഇങ്ങക്ക. അതിന് കൈവശം വെച്ച് അതിന്റെ നീതിയും അതിന്റെ കുത്തകയും ഒക്കെ കൈവശം വെച്ചത് SFI-ക്കാരും CIT-ക്കാരും. ഇപ്പൊ 7 കൊല്ലായിട്ട് നിങ്ങൾക്ക് സമരമല്ല. അപ്പോഴാണ് അതിനിടയിലാണ് നിങ്ങൾക്കൊരു എക്സസൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ ആ നവകേരള സദസ്സിന്റെ പേരിൽ ഒന്ന് മർദ്ദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ സർക്കാരിനെതിരെ ആരെങ്കിലും സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്, പോലീസ് അതൊരു ഭാഗത്ത്, പിന്നെ മൺചട്ടി, പിന്നെ ഹെൽമെറ്റ്, കോൺഗ്രസ് ഇതൊക്കെ അടിച്ച. എന്നിട്ട് നമ്മളെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ജീവൻ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ അതിന് ആഭ്യന്തര വകുപ്പ് ഒരുക്കാട് അവസാന പാടി. പിന്നെ എവിടെയെങ്കിലും പോലീസുകാരേതെങ്കിലും കേസ് എടുക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാളെ നിങ്ങൾ പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ ആൾക്കാർ ചെയ്താലോ? ആ കോൺഗ്രസ്സുകാരെ അങ്ങനെ കണക്കാക്കണ്ട. ഐറ്റങ്ങൾ 5 10 ആണെങ്കിൽ നിങ്ങളൊക്കെ നേരിടാൻ ഐറ്റങ്ങൾ മതി. അത് നിങ്ങൾ മനസ്സിലാക്കായിട്ടാ. നിങ്ങളെന്താ ചെയ്തത്? അവരെങ്ങനെ എപ്പോഴും ആക്രമിച്ച് ഒക്കെ ചെയ്തു. പിന്നെ നിങ്ങൾ പെൻഷൻ, നിങ്ങൾ ഏതെങ്കിലും പേസുകളോ നിങ്ങൾ പെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുത്തുക്കണോ? നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഇതിൽ നയപ്രഖ്യാപനം എൻ്റെ പ്രസംഗത്തിന് ശേഷം ബഹുമാനായ TP പ്രസംഗിക്കാറുള്ളൂ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുള്ളൂ. ഒരു 2.5 3 4 മണിക്കൂർ റിപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ആഗോള കാര്യങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ. ഇങ്ങനെ ഈ നയപ്രഖ്യാപനത്തിൽ ഈ പ്രസംഗത്തിൽ ആ 67 പേജിൽ എന്തെങ്കിലും പറയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിലൊന്ന് പെടുത്താം. സംസ്ഥാനത്തെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുമ്പോൾ നെല്ല് സംഭരണ രസീത് PRS നൽകി തുക വായ്പയായി അനുവദിക്കുകയും വായ്പ തിരിച്ചടവ് സർക്കാർ മുടക്കിയാൽ ബാധ്യത കർഷകരിൽ നിക്ഷിപ്തമാക്കുകയും കർഷകരുടെ സിവിൽ സ്റ്റോറിനെ അത് ബാധിക്കുകയും ചെയ്യുന്ന കർഷക വിരുദ്ധ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് നെല്ലിന്റെ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് നടപടി സ്വീകരിക്കുന്ന ഒരു വാക്കുകൾ ഇത് പറഞ്ഞിക്കണോ? ഇല്ലല്ലോ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക സെസ് ഏർപ്പെടുത്തി ജനങ്ങൾക്ക് അധിക ബാധ്യത നൽകിയിട്ടുണ്ട്. 5 മാസത്തിലധികമായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന നടപടിയെ സംബന്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞിക്കണോ? പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ഒന്നും കൂടി, നിങ്ങളാണല്ലോ സഹകരണ പ്രസ്ഥാനത്തിന്റെ വലിയ ആൾക്കാരെന്ന് പറഞ്ഞു. ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തോട് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ച് നിങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിയമനങ്ങളിലെ ക്രമക്കേട്, സ്ഥിരം VC-മാരെ നിയമിക്കാൻ സാധിക്കാത്ത സാഹചര്യം, അക്കാദമികമായ നിലവാര തകർച്ച മൂലം പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നുള്ള ഒരു ബദൽ മാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണോ? അത് നിങ്ങൾ അതിൽ പറഞ്ഞിക്കണോ? ഇല്ലല്ലോ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന് പകരം കേരളീയം പരിപാടിയുടെ ഭാഗമായി നികുതി വെട്ടിപ്പിന് നടപടി നേടുന്നതിൽ നിന്നും നികുതി കുടിശ്ശിക ഒടുക്കാനുള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സ്പോൺസർഷിപ്പ് കൈപ്പറ്റി അതൊരു അബദ്ധമാണെന്നെങ്കിലും നിങ്ങൾ പറഞ്ഞോ? ഇല്ല. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആ കേരളീയം, എന്താ കേരളീയം? കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും ആകെ ഇവിടെ 7 കൊല്ലമായിട്ടുള്ളൂ. ആകെ 20 കൊല്ലം വെച്ചുള്ളൂ. ഇതൊക്കെ കൂടി നിങ്ങൾ ഉണ്ടാക്കിയതാ. ഇതൊക്കെ കൂടി നിങ്ങൾ ഉണ്ടാക്കിയ എന്നിട്ട് നിങ്ങളൊക്കെ നവകേണ്ട എന്നിട്ട് തുലാമാസം കൊണ്ടേക്കാണ് തിരുവനന്തപുരത്ത് പരിപാടിക്കണം. നിങ്ങളെ തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ? അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ കാലാവസ്ഥയിൽ തുലാമാസത്തിൽ ഏറ്റവും അധികം മഴ സ്ഥലമാണ് ഈ തിരുവനന്തപുരം ഭാഗം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് അതിന് പോയിട്ട് ഇങ്ങനെ പറയാണ്. ഞാൻ ചോദിക്കട്ടെ, സിനിമാ നടൻ മമ്മൂട്ടി, സിനിമാ നടൻ മോഹൻലാൽ, നടി ശോഭന, കമലഹാസൻ വന്ന ആള് കൂടും. അത് ലീഗുകാരും പോകും, കോൺഗ്രസ്സുകാരും പോകും, എല്ലാവരും പോകും. അതിനാരുടെ പേരിലെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോകും. ഇനി പോകണ്ടാരും പോകും. എന്നിട്ട് അത് നമ്മുടെ ശിവൻകുട്ടി ഏറ്റവും വലിയ ജനസംഖ്യ ഉണ്ടാവില്ല, ഗാനമേളക്ക് ആളുണ്ടാവില്ലേ, പൂരത്തിന് ആളുണ്ടാവില്ല. പിന്നെ തങ്ങളീ പറയാം. അതിനാണ് നിങ്ങൾ ഈ വർത്തമാനം പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി.